ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഈ കെട്ടും ബാണ്ടൊക്കെ എടുത്ത് ഞങ്ങൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. മെയ് 19 ചൊവ്വാഴ്ച ഞങ്ങളുടെ അമ്പലത്തിൽ പൂജയാണ്. പൂജ എന്ന് വെച്ചാൽ ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവം, വലിയൊരു ഉത്സവമാണ്. അപ്പോൾ അന്നത്തെ വ്ളോഗാണിത് കേട്ടോ. ചൊവ്വാഴ്ച ലീവ് ഇല്ലാത്തതിനാൽ ഒരു ഹാഫ് ഡേക്ക് ലീവാക്കിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഹാഫ് ഡേ എന്ന് പോലും പറയാൻ പറ്റില്ല. ഒരു 4 മണിയൊക്കെ ആയപ്പോഴാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങിയത്. നേരെ വീട്ടിലേക്ക് വന്നു. ഇവിടെ ആണെങ്കിലോ നമ്മളുടെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് അമ്മയും ആൻറ്റിയും കൂടി ഞങ്ങൾക്ക് ചായയൊക്കെ ഉണ്ടാക്കി തന്നു. ഇത് ഇളയമ്മയാണ്, എന്ന് വെച്ചാൽ അച്ഛൻ്റെ ഇളയമ്മയാണ്. ഇളയമ്മയ്ക്ക് വലിയ കാര്യമാണ് ബാലുചേട്ടനെ. എപ്പോൾ വിളിക്കുമ്പോഴും ചേട്ടനെ കുറിച്ച് അന്വേഷിക്കും. അവൻ വണ്ണം വെച്ചോ, ഓഫീസിലേക്ക് പോകുന്നുണ്ടോ, എന്ത് ചെയ്യാന്നൊക്കെ പറഞ്ഞ് 100 ചോദ്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ എപ്പോഴും അവർ ചെന്നൈയിലോട്ട് വിളിക്കും. പക്ഷെ ഞങ്ങൾക്ക് ലീവ് ഇല്ലാത്തതിനാൽ പോകാനായിട്ട് പറ്റിയില്ല. അങ്ങനെ ഈ വട്ടം അവരിങ്ങോട്ട് വന്നു. അവർ 13 വർഷത്തിന് ശേഷമാണ് പൂജ കൂടാനായിട്ട് പാലക്കാടോട്ട് വരുന്നത്. അപ്പോൾ ചേട്ടനെ കണ്ടപ്പോൾ എന്താണ് എന്നെ കാണാൻ ചെന്നൈയിലേക്ക് വരാത്തതെന്നൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ ചോദിക്കായിരുന്നേ. ഞങ്ങളിവിടെ എത്തി ഓരോരുത്തരെ കണ്ട് വർത്താനം പറഞ്ഞ് ചായ കുടിച്ച് ഞങ്ങൾ വരുമ്പോൾ തന്നെ വേല കുറേ ദൂരമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്താണ് അമ്പലം വരുന്നത്. അമ്പലത്തിൽ നിന്ന് തന്നെ വേല സ്റ്റാർട്ട് ചെയ്തിട്ട് കുറേ കിലോമീറ്റർ നടന്ന് തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ വരും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം നടന്ന് വേല കാണാറാണ് പതിവ്. പക്ഷേ ഈ വട്ടം എല്ലാവർക്കും വയ്യ, പിന്നെ ഞങ്ങളൊക്കെ എത്താൻ ലേറ്റായി. സോ ഇതൊക്കെ അമ്പലത്തിലെത്തുമ്പം രാത്രി ഒരു 8:30 ആകുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്ത് പോയി കാണാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇവിടെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് അച്ഛൻ്റെ കസിനാണെന്ന് വെച്ചാൽ നേരത്തെ കാണിച്ച ഇളയമ്മയുടെ മരുമോനാണ്. ആളുടെ വൈഫാണിത്. ഇവരെല്ലാവരും ചെന്നൈ സെറ്റിൽഡ് ആട്ടോ. അപ്പം ഞങ്ങളൊക്കെ മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഒരുങ്ങാതെയൊക്കെ ഇരിക്കുന്നത്. കുറേ പേര് റെഡി ആയിട്ട് അമ്പലത്തിലേക്ക് വേല കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ നോക്കുമ്പോൾ മഴ വരുന്നൊരു കോളൊക്കെ ഉണ്ട്. അതും നല്ലപോലെ മഴ വരുന്നുണ്ട്. അപ്പോൾ പെയ്യാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അടുത്ത ടീം എത്തിയത്. ഇത് അരീക്കോട് ടീമാണ്. എന്ന് വെച്ചാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ മലപ്പുറം ജില്ലക്കാർ. ഇത് അമ്മായിയുടെ മോൻ, മരുമോള്, അതുപോലെ തന്നെ എൻ്റെ ചേച്ചി, മക്കളൊക്കെയാണ്. ഇവരൊന്നും ഇപ്പോഴല്ല, ആക്ച്വലി സൺഡേ ഒക്കെ തന്നെ ആയിട്ട് എത്തേണ്ടതാണ്. പക്ഷെ ഇവർക്ക് ഇന്ന് ചെറിയൊരു എൻഗേജ്മെൻറ്റ് കാര്യമൊക്കെ ഉള്ളത് കൊണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്നേഹപ്രകടനം ഭയങ്കര മസ്റ്റാണ്. കാര്യം കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോൾ ഉള്ള സന്തോഷം, പിന്നെ ഇത്രയും നാളും കാണാത്തതിലേക്കുള്ള വിഷമം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പരസ്പരം കെട്ടിപ്പിടിക്കുക, കരയുക, അങ്ങനെയൊക്കെ ചെയ്യൽ പതിവാണ്. അതുപോലെ തന്നെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴും ഈ ഒരു കരച്ചിൽ പതിവാണ് കേട്ടോ. അതിനിപ്പോൾ ആരൊക്കെയാണെങ്കിലും തിരിച്ചു പോകുമ്പോൾ ഉള്ളൊരു കരച്ചിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ മാൻഡേറ്ററി ആയിട്ട് നടക്കുന്നൊരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടത് എൻ്റെ ചേച്ചിയുടെ മക്കളാണ്. ഇത് കുഞ്ഞേട്ടൻ എന്ന് വെച്ചാൽ എൻ്റെ അമ്മായിയുടെ മോനാണേ. അപ്പോൾ ആള് ഇളയമോട് വർത്താനൊക്കെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്. ദിസ് ഈസ് ചിന്നുകുട്ടി ആൻഡ് ദിസ് ഈസ് സാധിക മോൾ, എൻ്റെ മാമയുടെ മോളാണ്. അപ്പോൾ അതിനൊരു കുഞ്ഞി കുപ്പായൊക്കെ ഇട്ട് അവിടെ ഒരുക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അച്ഛനും അമ്മയൊന്നും വന്നിട്ടില്ല. ഞങ്ങൾ അത് കഴിഞ്ഞ് വേല കാണാനായിട്ട് അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന ഈ ഒരു പന്തലെന്ന് പറയുന്നത് ഈ വർഷമാണ് ഇങ്ങനെ പാടത്ത് നിൽക്കുന്നത്. പാടത്ത് കെട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ പാടത്തായിരിക്കില്ല, റോഡിലായിരിക്കും. പിന്നെ ഈ കാണുന്ന ഐറ്റമൊക്കെ ഈ വർഷം പുതിയതായിട്ട് വന്നിട്ടുള്ളതാട്ടോ. ഇങ്ങനെ റിങ് എറിഞ്ഞിട്ട് അതിൽ നിന്ന് സമ്മാനം കിട്ടുക എന്നുള്ളത്. ആ കാണുന്നതൊക്കെ ഫിഷ് പോട്ട്സ് ആണേ. അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് കയറി. വേലകൾ ഓരോന്നായിട്ട് അമ്പലത്തിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒച്ച ഇങ്ങനെ അടുത്ത് കേട്ട് തുടങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇവിടെ അച്ഛൻ അങ്ങാടി വേല കമ്മിറ്റി മെമ്പർ ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ വന്നിരുന്നു. അമ്മയ്ക്ക് അധികം നടക്കാനൊന്നും വയ്യാത്തത് കൊണ്ട് അമ്മേനെ അവിടെ ഇരുത്തി. പിന്നെ ഞങ്ങളിങ്ങനെ നടന്ന് ഓരോന്നൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാളെയും ജോലിക്ക് പോകണം. അതുകൊണ്ട് നാളെ വൈകിട്ട് ചെറിയ വേലയൊക്കെ ഉണ്ട്. അപ്പോൾ നാളെ ഇങ്ങോട്ട് വരൽ നടക്കുമെന്നൊന്നും അറിയില്ല. പൊതുവേ ഞങ്ങൾ ചൊവ്വാഴ്ച വേല കഴിഞ്ഞിട്ട് ബുധനാഴ്ചയാണ് ഞങ്ങൾ പിറ്റേന്ന്, അതായത് അടുത്ത ദിവസമാണ് ഞങ്ങൾ ഈ ഓരോ പേർച്ചേസ് കാര്യങ്ങളൊക്കെ, കമ്മൽ, മാല, ഇങ്ങനത്തെ ഐറ്റംസ് വാങ്ങിക്കുന്നത്. ഇതൊക്കെ ഞങ്ങൾ ബുധനാഴ്ചയാണ് ചെയ്യാറ്. പക്ഷേ ഈ വർഷം നാളെ ഞാൻ വരാത്തതുകൊണ്ട് അതൊക്കെ നടക്കുമെന്നറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കമ്മലൊക്കെ ഇങ്ങനെ പോയി നോക്കി. പക്ഷെ അപ്പോഴത്തേനും വേല വന്നതുകൊണ്ട് പിന്നെ അധികം അങ്ങോട്ട് വാങ്ങിക്കാനായിട്ട് പറ്റിയില്ല. കാരണം വേല അടുത്തെത്താറാകുമ്പോൾ അമ്പലത്തിൻ്റെ അടുത്തും പരിസരത്തൊക്കെ ആയിട്ട് നല്ലപോലെ തിരക്ക് വരും. അപ്പം ഞങ്ങളിത് കാണാനായിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ മാറി നിന്നു. അതിന് മുന്നേ അമ്പലത്തിലൊന്ന് കയറി തൊഴാമെന്ന് വിചാരിച്ചു. ശരിക്കും ഇന്ന് കാലത്ത് അമ്പലത്തിലേക്ക് വരുന്നത് എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം വികാരമാണ്. അപ്പം ഞങ്ങൾ എല്ലാ വർഷവും ചൊവ്വാഴ്ച കാലത്ത് ഈ വേലയുടെ അന്ന് രാവിലെ ഇങ്ങനെ അമ്പലത്തിൽ വന്ന് തൊഴാറാണ് പതിവ്. പക്ഷെ ഞാൻ ഈ വർഷം ഇങ്ങോട്ട് വന്നിട്ടുണ്ടായില്ല. അതായത് നേരെ ഓഫീസ് കഴിഞ്ഞിട്ടാണ് നേരെ വീട്ടിലേക്ക് വരുന്നത്. സോ കാലത്ത് അമ്പലത്തിൽ പോക്ക് നടന്നില്ല. അത് ചെറിയൊരു വിഷമമുണ്ട്. അതുകൊണ്ട് തന്നെ വേല വന്നിട്ട് അമ്പലം എത്തുന്നതിന് മുൻപേ ആയിട്ട് ഒന്ന് കയറി തൊഴാമെന്ന് വിചാരിച്ചു. ഇവിടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുറച്ചു നേരം അമ്പലത്തിന് അകത്ത് നിന്നിട്ട് പുറത്തുള്ള ഇങ്ങനെ 1-2 കളികളൊക്കെ ഇങ്ങനെ കണ്ടു.
രണ്ട് വശങ്ങളായിട്ട് ഇങ്ങനെ വലിയ സ്ക്രീന് വെച്ചിട്ടുണ്ട് കേട്ടോ. ദൂരം നിന്ന് തന്നെ അപ്പോൾ നമുക്ക് കുറേയൊക്കെ കാണാനായിട്ട് പറ്റും. ഈ വട്ടമാണ് ഇങ്ങനെ ബിഗ് സ്ക്രീന് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും ആളുടെ വൈഫും വന്നു. മുന്നേ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കുറച്ച് നേരം അവരോട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നു. 9:30 ആ ടൈമൊക്കെ ആയിട്ടുണ്ടായി. അപ്പോഴത്തേനും ഓരോരോ വേലകളൊക്കെ ആയിട്ട് അമ്പലത്തിൻ്റെ പരിസരത്ത് ഇങ്ങനെ എത്തി തുടങ്ങി. ഇനി നല്ലപോലെ അങ്ങോട്ട് തിരക്ക് വരും. കുറച്ച് തിരക്ക് അങ്ങോട്ട് മാറിയപ്പം വേറൊരു ഭാഗത്തേക്ക് മാറി നിന്നു. ഇവിടെ ഇനിയിപ്പോൾ തിരക്ക് വരാൻ പോകുന്നതേ ഉള്ളൂ.
ഇതൊക്കെ കഴിഞ്ഞൊരു 10:30 കഴിഞ്ഞ്. അപ്പോഴത്തേനും കുറേ ഗ്യാപ്പ് വിട്ട് ഇനി കുറേ വേലകൾ വരാനും ഉണ്ട്. എന്നാൽ പിന്നെ എന്താണെന്ന് നോക്കിയിട്ട് വരാം, എവിടെ എത്തിയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കസിനും കൂടെ കുറച്ച് ദൂരം കൂടെ നടന്നു പോയി നോക്കിയപ്പം ബാക്കിയുള്ള വേലകളൊക്കെ വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഞങ്ങൾ വീണ്ടും വന്ന് പഴയ സ്ഥലത്ത് തന്നെ സ്ഥലം പിടിച്ചു. എല്ലാവർക്കും നിന്ന് കാലുവേദന എടുക്കാൻ തുടങ്ങി, കുറേ പേർക്ക് വിശക്കാൻ തുടങ്ങി. ഇവർക്കൊക്കെ ആണെങ്കിൽ ട്രാവൽ ചെയ്തിട്ട് നല്ല ടയേർഡായിരുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞു നിന്ന് കടലയൊക്കെ വാങ്ങിച്ച് കഴിച്ച് നിന്നു. അപ്പോഴത്തേക്കും ബാക്കിയുള്ള ഓരോന്നും അങ്ങനെ വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ആനയും വന്നു, പരിപാടികളെല്ലാം കഴിഞ്ഞു. ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. 11:15 ആയിട്ടുണ്ടാവും ഏകദേശം സമയം. അപ്പോഴാണ് ഈ ഒരു കാഴ്ച കണ്ടത്. ഇതാണ് ശാലു. ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് പോലും അവൾക്ക് അറിയില്ല. ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്ന വഴി അവളെ കണ്ടതാണ് കേട്ടോ. അപ്പോൾ റിങ് എറിഞ്ഞിട്ട് അവൾക്കൊരു സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. അതും കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇത്തവണത്തെ വേല ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇനി വീടെത്തി ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങണം. പിന്നെ എല്ലാവരും പടന്ന് സംസാരിച്ചിരിക്കും. അപ്പോഴത്തേക്കും തന്നെ സമയം ഒരു 2-3 മണിയൊക്കെ 1-2 മണിയൊക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം തന്നെ 11:30 ആയിട്ടുണ്ട്. നല്ലപോലെ വിശക്കുന്നുണ്ട്. നാളെ ജോലിക്ക് പോകണം. ഈ ഒരു വേല കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വീട്ടിലേക്ക് പോകും. ഒരു വിഷമാണ്. ഇനിയിപ്പോൾ ഇത് അടുത്ത വർഷമല്ലേ ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു ഫീൽ വരും. അപ്പോൾ ഞങ്ങളിവിടെ വീടെത്തിയപ്പോൾ ഒരാളെ വിത്തൗട്ടിൽ നടക്കുന്നുണ്ട്. ഇളയമയ്ക്ക് വയ്യാത്തതുകൊണ്ട് അമ്പലത്തിലേക്ക് വന്നു. അപ്പം ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും തന്നെ ഇവിടെ വെടിക്കെട്ട് തുടങ്ങി.
എത്ര പടം കണ്ടു? അവിടെ അവിടെ പൊട്ടിച്ചത് ഞങ്ങളെല്ലാവരും വീടെത്തെങ്കിലും അച്ഛൻ വരാൻ കുറച്ച് ലേറ്റായി. പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ വെച്ചാൽ എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടിരിക്കുക എന്നുള്ളതാണ്. ഇതിലിപ്പോൾ കുറച്ച് പേര് എത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ഫുഡ് കഴിക്കൽ, പിന്നെ പാത്രങ്ങൾ കഴുകി വയ്ക്കൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട് എല്ലാവരും ഇപ്പം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ പണ്ടത്തെ ഇങ്ങനെ ഓരോ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞ് വർത്താനം പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും കൂടെ. ഈ കാണുന്നതാണ് എൻ്റെ കുടുംബം. അപ്പുവിന് നാളെ ജോലിക്ക് നേരത്തെ തന്നെ എണീറ്റ് പോവേണ്ടതുകൊണ്ട് അവൻ നേരത്തെ വന്ന് കിടന്നുറങ്ങി. അതുപോലെ തന്നെ ചേട്ടന് വയ്യാത്തതുകൊണ്ട് ചേട്ടനും കിടന്നു. ബാക്കി ഞങ്ങളെല്ലാവരും പുറത്തിരിക്കുന്നുണ്ട്. എല്ലാ പരിപാടിക്കും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ്, ഒരുപാട് വർത്താനം പറഞ്ഞിരിക്കും. അതിലെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളുടെ കുടുംബത്തിലും എല്ലാവരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഞങ്ങൾ ജനിക്കുന്ന മുന്നേയുള്ള പണ്ടത്തെ കഥകളൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരും, അവരുടെ കുട്ടിക്കാലം. അങ്ങനെ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് ഇങ്ങനെ പരസ്പരം ഇരുന്ന് ഷെയർ ചെയ്യും. അപ്പം ഞങ്ങളിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവിടെ ഈ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി പുലർച്ചെ വേലയ്ക്കായിട്ട് അമ്പലവും പരിസരമൊക്കെ റെഡിയാവാണ്. അപ്പം ഞങ്ങൾ പോയി കിടന്നുറങ്ങട്ടെ. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.